അതിർത്തിയിൽ ചൈന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ വെറുതെ ഇരിക്കുന്നില്ല. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ പ്രതിരോധ കോട്ട കെട്ടി ഇന്ത്യ ലോകത്തെ ഞെട്ടിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും നമ്മുടെ സൈന്യത്തിന്റെ ധൈര്യവും ചേരുമ്പോൾ ലോകം ഈ നീക്കത്തെ ശ്രദ്ധിക്കുകയാണ്. അതെ, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ ഒരുങ്ങുന്നു. ചൈനയുടെ അതിർത്തിയിലെ ഭീഷണികളെ നേരിടാൻ ഇന്ത്യ ഒരു പുതിയ വ്യോമത്താവളം ഒരുക്കിയിരിക്കുകയാണ്. കിഴക്കൻ ലഡാക്കിലെ മുത്ന്യോമിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ വിമാനത്താവളം ഇപ്പോൾ തുറക്കാൻ ഒരുങ്ങുകയാണ്. ന്യോമ ഇന്ത്യയുടെ പുതിയ ശക്തി കേന്ദ്രം എന്നതിനെ വിളിക്കാം. ചൈനയുടെ അതിർത്തിക്ക് തൊട്ടടുത്ത് ഏകദേശം 13,700 അടി ഉയരത്തിലാണ് ന്യോമ വ്യോമത്താവളം നിൽക്കുന്നത്. ഇത് വെറും ഒരു വിമാനത്താവളം മാത്രമല്ല, ഇന്ത്യൻ സൈന്യത്തിന് വേഗത്തിൽ നീങ്ങാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക താവളമാണിത്. സൈനിക നീക്കങ്ങൾക്കും സാധനങ്ങൾ എത്തിക്കുന്നതിനും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പുതിയ താവളം നമ്മുടെ സൈന്യത്തെ കൂടുതൽ വേഗത്തിൽ ഒരുക്കാനും ആ മേഖലയിലെ കഴിവുകൾ കൂട്ടാനും സഹായിക്കും. 2021 തുടങ്ങിയ ഈ പദ്ധതിക്ക് ഏകദേശം 214 കോടി രൂപയാണ് ചെലവായത്. വളരെ വേഗത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് 3 കിലോമീറ്റർ നീളമുള്ള റൺവേയുടെ ഈ വിമാനത്താവളം പൂർത്തിയാക്കിയത്. ഇത് മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണവും രാജ്യസുരക്ഷയോടുള്ള താല്പര്യവും എടുത്തു കാണിക്കുന്നു. ന്യോമയുടെ സ്ഥാനവും ഉയരവും കാരണം ഇതൊരു തന്ത്രപരമായ സ്ഥലമാണ്. വാഹനങ്ങൾ എത്താൻ ബുദ്ധിമുട്ടുള്ള മലമ്പ്രദേശങ്ങളിലേക്ക് സൈനികരെയും ഉപകരണങ്ങളെയും വേഗത്തിൽ എത്തിക്കാൻ ഈ വ്യോമത്താവളം സഹായിക്കും. 4 വർഷം മുമ്പ് ചൈനയുമായി പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം ലഡാക്കിലും അടുത്തുള്ള പ്രദേശങ്ങളിലും റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും ഇന്ത്യ വേഗത്തിൽ പണിയുന്നുണ്ടായിരുന്നു. ഈ വികസനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ന്യോമയും. ഡെംചോക്കിലും ഡെപ്സാങ് സമതലങ്ങളിലും ഉണ്ടായ സൈനിക പ്രശ്നങ്ങൾക്ക് ശേഷവും ന്യോമയുടെ പ്രാധാന്യം കൂടി. ഏത് പ്രതിസന്ധിയിലും വേഗത്തിൽ സഹായം എത്തിക്കാൻ ഇത് ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കും. ന്യോമ പോലെയുള്ള ഉയരത്തിലുള്ള വിമാനത്താവളങ്ങൾ സൈന്യത്തിന് മാത്രമല്ല, സാധാരണ ആളുകൾക്കും പ്രയോജനമാണ്. സാധാരണ വിമാനങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് യാത്രയും മറ്റ് സേവനങ്ങളും മെച്ചപ്പെടുത്താനും സഹായിക്കും. അതിർത്തികളിലെ നിർമ്മാണങ്ങൾ വേഗത്തിലാക്കി സുരക്ഷയും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള മോദി സർക്കാരിന്റെ താല്പര്യത്തിന്റെ ഉദാഹരണം കൂടിയാണിത്. ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്ന ഈ നീക്കങ്ങൾ മോദി സർക്കാരിന്റെ ശക്തമായ നേതൃത്വത്തെയും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിനെയും ലോകത്തിന്റെ മുന്നിൽ ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. ഇനി ചൈനയുടെ ഓരോ നീക്കത്തെയും കൃത്യമായി നിരീക്ഷിച്ച് അതേ വേഗതയിൽ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.